ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. നൈറ്റായപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സിസ്റ്റേഴ്സ് എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിൽ പോകാൻ അങ്ങനെ പോകുന്ന വഴിയിൽ ഇതാ എന്തെങ്കിലും ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ച് ഫ്രൂട്ട് കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതാ എല്ലാ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ച് കണ്ട ഹാപ്പിനെസ് ആണ് കേട്ടോ എൻ്റെ ഫേസിൽ. അവൻ്റെ കയ്യിലുള്ള പുസ്തകത്തിലുള്ള എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവനക്ക് എന്തോ ഭയങ്കര ഒരു ഹാപ്പിനെസ് കേട്ടോ. കാരണം എല്ലാ ഫ്രൂട്ട്സും കൂടെ ഒരുമിച്ച് കാണാനല്ലോ. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ആട്ടോ ആക്ക്. എന്താ ഇതെന്താ ഇത് ഇതെന്താ ഗ്രേപ്സോ ഇതെന്താ എന്താ ബനാന ഇങ്ങോട്ട് വാങ്ങ ഇത് വേണം എനിക്ക് ഇതെന്താ എന്താ ലിച്ചി. അങ്ങനെ നമ്മൾ അവിടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതാ നേരെ വീട്ടിൽ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിലേതാ എല്ലാവരും ഭയങ്കര കട്ടാ വെയിറ്റിങ്ങിലാണ് കേട്ടോ. എൻ്റെ മാസിക്കുട്ടനും മല്ലിക്കുട്ടനൊക്കെ അതാ അവിടെ നമ്മളെ കാത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇതാ വീട്ടിലെത്തി ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. ചായക്കടി ഇതാകുമ്പോൾ നല്ല സ്പെഷ്യൽ പാൽവായ്ക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളെ ഭാഗത്ത് ഇതിന് തന്നെയാണോ പറയാ എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ. പല ഭാഗത്തും പലതാണല്ലോ, അപ്പം എന്താണെന്ന് അറിയാലോ. പിന്നെ ഇതാ ഉമ്മ നല്ല കുക്കർ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അതാ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ ഇവിടെ എല്ലാവരും. ഫുഡ് എന്ന് കേട്ടാൽ പിന്നെ ഇതാ ഈ കുട്ടരൊക്കെ അവിടെ മുന്നിലെത്തിയിട്ടുണ്ടാവും. ഈ പറഞ്ഞ ഞാനും ഒട്ടും കുറവല്ല കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് അതാവും കമൻറ്റ്സ്. അങ്ങനത്തെ കുട്ടികളെല്ലാവരും റെഡി ആയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഉമ്മയുടെ തകർപ്പൻ തിമിർത്തൻ ബിരിയാണി എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ അത്രയും ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ വിളമ്പി വെച്ചിട്ടുണ്ട്. വിളമ്പി കുറച്ച് വീഡിയോസൊക്കെ എടുക്കണ്ടേ. പക്ഷേ എനിക്കൊട്ടും ക്ഷമ ഉണ്ടായിരുന്നില്ല ഗൈസ്. എന്തായാലും ഇക്ക കഴിക്കണം, 1-2 പോസൊക്കെ എടുക്കാം, എന്നിട്ട് ബാക്കി കഴിക്കാം എന്നായിരുന്നു എൻ്റെ ചിന്തയിൽ കേട്ടോ. അങ്ങനെ ഇക്കതാ കഴിക്കുന്നു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ കാണാൻ മാത്രമല്ല കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. ഇനിയിപ്പോൾ പറഞ്ഞു കൊതിപ്പിക്കാനല്ലേ എന്നെ കൊണ്ട് പറ്റുള്ളൂ. അപ്പോൾ ആർക്കെല്ലാം ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ. ഇനി ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും റെസിപ്പി അപ്ലോഡ് ചെയ്യാം കേട്ടോ. പറഞ്ഞു നല്ല ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന വ്ളോഗ് ഇതാ ഈ ബിരിയാണി കണ്ടപ്പോൾ സ്റ്റെക്കായോ ഗൈസ്. ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. നീ കുട്ടികളെ റിവ്യൂസൊക്കെ കാണാം. ഈ ഹാദിദ ഇവൻ എന്നോട് ചെറിയൊരു പിണക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോയിലൊന്നും പോസ്റ്റ് ചെയ്യത്തില്ല എന്നാണ് അവൻ്റെ ഒരു പറച്ചിൽ കേട്ടോ. പക്ഷേ നമ്മുടെ സ്പൈഡർമാൻ ലൈക്കൊക്കെ തരുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതായിക്കെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.